ഇത് നമ്മൾ മറ്റ് മീനോടൊപ്പം, അതായത് വലിയ സൈസ് മീനിനോടൊപ്പം കീപ്പ് ചെയ്യുന്നത് വളരെ പാടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ ഫീഡിന്റെയും ഈ ഷ്രിമ്പ് അല്ലെങ്കിൽ അതിനകത്ത് ഈ ഷ്രിമ്പിന്റെ കണ്ടന്റ് വരുന്നുണ്ട്. കാരണം ഈ ഷ്രിമ്പ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കളർ കയറും എന്നുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മീനുകൾ അത് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കൂടെ ഇടുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ബ്രീഡിങ്ങും ചെറിയ ടാങ്കുകളിൽ, വളരെ ചെറിയ ടാങ്കുകളാവരുത്. കാരണം ഇവർ ബ്രീഡിങ്ങിനൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ചൂസ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. കോളനി ബ്രീഡിംഗ് ആണ് കൂടുതൽ സക്സസ് റേറ്റ് കൂടുതൽ കണ്ടിട്ടുള്ളത്. 1-2 പേരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ റെഡിയായി വരാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. അതേസമയം നമ്മൾ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ അധികം ഡിസ്റ്റർബ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നമുക്കൊരു നല്ലൊരു കോളനി രൂപീകരിക്കുക, അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും. ഇവരുടെ എഗ്ഗ് വയറോട് ചേർത്ത് വെച്ച്, നമ്മൾ ലോബ്സ്റ്റർ പോലെയൊക്കെ ഉള്ള ബ്രീഡിംഗ് ആണ്. വയറോട് ചേർത്ത് വെച്ചിട്ടായിരിക്കും അവർ ബ്രീഡ് ആവുന്നത്. കുഞ്ഞുങ്ങളങ്ങനെ വലുതായിട്ട് കഴിക്കുന്ന ശീലമില്ല. എന്നിരുന്നാലും അവർക്ക് ഫുഡ് പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ കുട്ടികളെ കഴിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഐഡി സ്പോട്ടോ പ്ലാൻസോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം കുട്ടികളെ നമുക്ക് സർവൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇവര് വൈൽഡ് കണ്ടീഷനിൽ 3 to 4 yearsന് മുകളിൽ സർവൈവ് ചെയ്യും. നമ്മൾ വളർത്തുമ്പോൾ അത്യാവശ്യം കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇവരെ വളർത്തി എടുക്കാൻ പറ്റും.